ഹലോ, മുഖം നല്ല നിറം വരാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗോൾഡൻ ക്രീമാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് കുറച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടത് ഒരു ക്യാരറ്റും ഒരു തക്കാളിയുമാണ്. ഇത് രണ്ടും തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ഇത് കഴുകി വൃത്തിയാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കണം. കാരണം നമ്മളിതൊരു ക്രീം ഉണ്ടാക്കിയിട്ട് നമ്മൾ മുഖത്ത് തേക്കുന്നതാണ്. അപ്പോൾ മുഖത്ത് തേക്കുന്നത് കൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും മരുന്നെല്ലാം അടിച്ചതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ആദ്യം ഈ രണ്ടും ഏകദേശം ഒരേ സൈസിലുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ നമ്മുടെ തക്കാളിയും ഇതുപോലെ ഒന്ന് തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ക്യാരറ്റ് ഇതേപോലെ ചെറുകിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചിരകി എടുത്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ചിരകി എടുക്കണം എന്ന് പറയുന്നത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചാലൊന്നും ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഇതേപോലെ തന്നെ തക്കാളി നമുക്ക് വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. കാരണം ഇതിൻ്റെ ഒരു സത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ഒരു സമാസമം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന പാത്രം നമ്മൾ കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാത്ത ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒലീവ് ഓയിലാണ് കേട്ടോ. ഒന്നുകിൽ ഒലീവ് ഓയിൽ, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് നിങ്ങളെടുത്തുള്ളതെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. ആൽമണ്ട് ഓയിലാണ് ഉള്ളതെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കുക. ആൽമണ്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ആൽമണ്ട് ഓയിൽ തേച്ചാൽ അങ്ങനെ കുരു വരില്ല. പക്ഷേ അല്ലാത്ത ഓയിലെല്ലാം യൂസ് ചെയ്താൽ അധികം പേർക്കും കുരു വരാറുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആ ഒരു തക്കാളിയിലുള്ളതും അതേപോലെ തന്നെ ക്യാരറ്റിലുള്ളതെല്ലാം വെള്ളം വറ്റിയതിന് ശേഷം ആ ഓയിലിലേക്ക് അതിൻ്റെ സത്ത് നന്നായിട്ട് ഇറങ്ങി വരുന്ന രീതിക്ക് നമ്മൾ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്ന നേരത്ത് അതിൻ്റെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഓയിൽ അതിൻ്റെ പുറത്തേക്ക് വരും. ആ ഒരു നേരാകുന്നത് വരെ നമ്മൾ വളരെ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റോളം, ഏകദേശം ഒരു 5-8 മിനിറ്റോളം വേണ്ടി വരും. ആ ഒരു സമയം വരെ ഇതൊന്ന് തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തീ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിൽ കൂടിയോ ഇതേപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഓയിൽ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഓയിൽ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രം ഓയിൽ മതിയാവും. ബാക്കി വരുന്ന ഓയിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ ദിവസം ബോഡിയിലെല്ലാം തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് എല്ലാം മാറാനും അതേപോലെ തന്നെ സ്കിന്ന് നല്ലൊരു നിറവും സോഫ്റ്റ് ആവാനും സഹായിക്കുന്ന നല്ലൊരു ഓയിലാണിത്. ഇതിൻ്റെ ബാക്കി ഓയിൽ നിങ്ങളൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ബോഡിയിലെല്ലാം യൂസ് ചെയ്യാൻ നല്ലൊരു ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ബാക്കി വരുന്ന ഓയിൽ നല്ലൊരു എയർ ടൈറ്റുള്ള ഇതേപോലെയുള്ള ഒരു നല്ലൊരു ബോട്ടിൽ അടച്ച് വെച്ചിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് തേച്ച് 10 മിനിറ്റിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഓയിലാണിത്. നിങ്ങൾ ക്യാരറ്റ് ഓയിലിനെ കുറിച്ചിട്ട് അധികം കേട്ടിട്ടുണ്ടാകും. കുട്ടികൾക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഒരു ബോട്ടിൽ ഇതേപോലെ ആക്കിയിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് കുളിക്കുമ്പോൾ എല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് മാത്രം ഓയിൽ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് നമ്മൾ നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ഓയിൽ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ബാത്റൂമിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ വെക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് എപ്പോഴും തേച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ ബോഡിയിൽ. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളിത് യൂസ് ചെയ്യുക. ഇത് കണ്ടോ, ഇതേപോലെയുള്ളൊരു ബോട്ടിലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നമ്മുടെ ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ആ ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി ഈ ഓയിലിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് വീട്ടിലുള്ള അലോവേര ജെല്ല് എടുക്കാണ്ടിരിക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം കണ്ടോ, ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയി വരും. അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറിലുള്ള ഒരു ക്രീമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ
നല്ല എഫക്റ്റീവായിട്ടുള്ള മുഖം നല്ല നിറം വരാനും നല്ല തിളക്കം വരാനും സഹായിക്കുന്ന നല്ലൊരു നൈറ്റ് ക്രീമാണിത്. അപ്പോൾ ഇത് രാവിലെ തേച്ചിട്ട് പുറത്തിറങ്ങരുത്, നിങ്ങളിത് രാത്രി തന്നെ യൂസ് ചെയ്യുക. ഇത് പിന്നെ എന്താ ബെഡിൽ പില്ലോയിലാവോ അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം ഉണ്ടല്ലോ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുക അതേ ഒരിതാണ് ഇതും. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാനാണ്. ഇത് തീരുന്നത് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും മുഖത്ത് നല്ല എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. പിന്നെ ഇത് പുറത്തുതന്നെ സൂക്ഷിച്ചാലും മതി, ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാനാണെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ മുഖത്തേക്ക് ഇതേപോലെ ഡോട്ടായി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, അതങ്ങ് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.